പോലീസ് പി സി ജോർജിനെ പുറത്തേക്ക് ഇറക്കും. അദ്ദേഹം ഈ പരാമർശത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള കുറ്റബോധമുണ്ടോ എന്ന ചോദ്യത്തിനോട് പ്രതികരിച്ച രീതി അത് വളരെ രൂക്ഷമായിട്ടായിരുന്നു നമ്മൾ കണ്ടു. ഞങ്ങളുടെ മൈക്ക് പിടിച്ചു മാറ്റുകയാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ കോടതിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെയ്തത്. ആശുപത്രിയിൽ വെച്ച് ഇതേ ചോദ്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ട് പറയാമടാ എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോവുകയാണ് ചെയ്തത്. എന്തായാലും ആ കാര്യത്തിൽ വന്നിട്ട് അദ്ദേഹം പ്രതികരിക്കുമോ എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി വൈകിട്ട് 6 മണി വരെ പി സി ജോർജ് പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കും. ഇനി പോലീസ് വ്യക്തമായ കുറച്ചുകൂടി കൃത്യമായ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വീണ്ടും കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. സ്മൃതി, ഈ ഈരാറ്റുപേട്ട ആശുപത്രി പ്രാഥമികാരോഗ്യ കേന്ദ്രം അവിടെ തൊട്ടടുത്ത് തന്നെയാണ്, കോടതിക്ക് തൊട്ടടുത്ത് തന്നെയാണെന്ന് ആര്യ കൃഷ്ണ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്നും പോലീസ് സ്റ്റേഷനിലേക്കും എത്ര ദൂരമുണ്ട്? ഈ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൊണ്ടുപോവുകയാണല്ലോ, എത്ര ദൂരമുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്? സ്മൃതി, അധിക ദൂരത്തിലല്ല പോലീസ് സ്റ്റേഷനുമുള്ളത്. ഇവിടെ നിന്നും ഇപ്പോൾ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങിയാൽ 3 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് പോലീസ് സ്റ്റേഷൻ എന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ഇവിടുന്ന് ഈരാറ്റുപേട്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പി സി ജോർജിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കി പുറത്തേക്ക് ഇറക്കും. അതിനുശേഷം വൈകിട്ട് 6 മണി വരെ നിലവിൽ കോടതി കസ്റ്റഡിയിൽ വിട്ട സാഹചര്യത്തിൽ പോലീസ് ഇവിടെ നിന്നും പി സി ജോർജിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമാകും വിശദമായ ഒരു കസ്റ്റഡി അപേക്ഷ, അതായത് പി സി ജോർജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റ് സമയം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൃത്യമായ ഒരു കസ്റ്റഡി അപേക്ഷ പോലീസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുക. ആ കസ്റ്റഡി അപേക്ഷയിൽ എന്ത് തീരുമാനമാണ് കോടതി കൈക്കൊള്ളുക എന്നതാണ് ഏറ്റവും പ്രധാനം. പോലീസിന്റെ കസ്റ്റഡിയിൽ വിടുകയാണോ അതോ നിലവിലെ ആരോഗ്യാവസ്ഥയിലെ മോശം സാഹചര്യം പരിഗണിച്ച് വൈദ്യ ചികിത്സയ്ക്ക് പി സി ജോർജിനെ വിടുകയാണോ റിമാൻഡിൽ വിടുകയാണോ? ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഇനി പോലീസ് വീണ്ടും തയ്യാറാക്കി നൽകുന്ന കസ്റ്റഡി അപേക്ഷയിൽ കോടതിയുടെ തീരുമാനം എന്താണ് എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വൈകിട്ട് 6 മണി വരെയാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് പി സി ജോർജിനെ കോടതി വിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ പ്രതിഭാഗം കോടതിയിൽ അറിയിച്ചത് എന്തെങ്കിലും തരത്തിലുള്ള മതവിദ്വേഷം നടത്തുന്ന നിലയിലുള്ള പരാമർശം പി സി ജോർജ് നടത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ തെളിവെടുപ്പിന് വേണ്ട സാഹചര്യമില്ല, അതുകൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ വിടരുത് എന്നതായിരുന്നു പ്രതിഭാഗം പ്രധാനമായും കോടതിയിൽ അറിയിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ ഇതിനെ എതിർത്തിരുന്നു. കൃത്യമായി മതവിദ്വേഷം പടർത്താൻ സാധ്യതയുള്ള നിലയിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് തുടർച്ചയായി പി സി ജോർജ് നടത്തിയത്. നേരത്തെയും സമാനമായ പരാമർശങ്ങൾ നടത്തിയ ആളുമാണ്, അതുകൊണ്ട് തന്നെ തീർച്ചയായും പോലീസ് കസ്റ്റഡി അനിവാര്യമാണ് എന്നതായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. എന്തായാലും ഇനി സമർപ്പിക്കുന്ന കസ്റ്റഡി അപേക്ഷയിൽ ഏത് നിലയിലുള്ള തീരുമാനമാണ് കോടതി കൈക്കൊള്ളുക എന്നത് വൈകിട്ടോടുകൂടി അറിയാൻ സാധിക്കും. ഇന്ന് തന്നെ ജാമ്യാപേക്ഷയും പരിഗണിക്കും. സ്മൃതി, 6 മണിക്ക് ശേഷമാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ജാമ്യം നൽകുമോ അതോ പി സി ജോർജിനെ ജയിലിലേക്ക് വിടുമോ എന്നറിയേണ്ടതുണ്ട്. ഏതായാലും കസ്റ്റഡി കാലാവധി എന്നുള്ളത് മണിക്കൂറുകൾ മാത്രമാണ്. 2 ദിവസത്തെ കസ്റ്റഡി പോലീസ് ആവശ്യപ്പെട്ടു, പക്ഷേ 4 മണിക്കൂറാണ് പോലീസിന് കോടതി അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിന് മുൻപായുള്ള നടപടിക്രമങ്ങൾ വൈദ്യപരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർത്തിയാക്കിയ ശേഷം പി സി ജോർജിനെ തൊട്ടടുത്ത് തന്നെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് കൊണ്ടുപോകും. അടുത്ത മണിക്കൂറുകൾ ചോദ്യം ചെയ്യലിൻ്റേതാണ്. മാധ്യമങ്ങളോട് വാചാലമായി സംസാരിക്കാറുള്ള പി സി ജോർജ് രൂക്ഷമായി മൈക്ക് തട്ടിമാറ്റിക്കൊണ്ടാണ് പ്രതികരിച്ചത്. നേരത്തെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പി സി ജോർജിനെ കൊണ്ടുവരും. അതിനുശേഷം വാഹനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കുമ്പോൾ ആണ് പി സി ജോർജ് ഇനി ജയിലിലേക്കാണോ അതോ ജാമ്യത്തിൽ ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവുക.